നമസ്കാരം. കേരള രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തി ശശി തരൂരിന്റെ നീക്കങ്ങൾ ദുരൂഹമാകുന്നു. KPCCയുടെ നിർണായകമായ പ്രചരണ സമിതി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന തരൂർ നാളെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും എത്തില്ലെന്ന് വ്യക്തമായതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി. CPM ദൂതനുമായി ദുബായിൽ രഹസ്യ ചർച്ച നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെ തരൂരിനെ സ്വന്തമാക്കാൻ ദേശീയ തലത്തിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും സജീവമായി രംഗത്തുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരിക്കെ തന്നെ പാർട്ടി പരിപാടികളിൽ നിന്നുള്ള ഈ അകലം തരൂർ കോൺഗ്രസ് വിടുകയാണെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. തരൂരിന്റെ ജനപ്രീതിയും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ പാർട്ടികൾ ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. ദുബായിൽ നടന്ന ചർച്ചകളിൽ CPM ഉന്നത നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾ പ്രതിഫലിച്ചതായാണ് വിവരം. ഇടതുപക്ഷവുമായി നേരിട്ട് സഹകരിച്ചില്ല എങ്കിലും തൃണമൂൽ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ തരൂർ എത്തുന്നതിനെ CPM സ്വാഗതം ചെയ്തേക്കാം. അതേസമയം തരൂരിനെ അണുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറുന്നത് ശുഭസൂചനയല്ല എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത്. കോൺഗ്രസിനുള്ളിലെ അവഗണനയിൽ തരൂർ അസംതൃപ്തനാണെന്ന വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. കേരളത്തിൽ തരൂർ മുന്നണി മാറിയാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത പ്രഹരമാകും. ദേശീയതലത്തിൽ BJPക്കെതിരെ ശക്തമായ മുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന തൃണമൂലിനും NCPക്കും തരൂരിനെ പോലെ ഒരാൾ ലഭിക്കുന്നത് വലിയ കരുത്താകും. ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ സജീവമായി തുടരുകയാണ്. ഉടൻ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ കേരള രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകൾ ശക്തമാക്കുകയാണ് പിണറായി വിജയന്റെ ദുബായ് ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത്. മുഖ്യമന്ത്രിയുടെ തട്ടകമായ ധർമ്മടത്ത് ഷാഫി പറമ്പലിനെ ഇറക്കി അട്ടിമറിക്ക് കോൺഗ്രസ് പ്ലാനിട്ടതോടെയാണ് ശശി തരൂരിനെ അടർത്തിയെടുത്ത് തിരിച്ചടി നൽകാൻ CPM കരുനീക്കം തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ PV അൻവറിനെ UDF പിന്തുണയോടെ മത്സരിപ്പിക്കാനുള്ള നീക്കവും പിണറായി കുടുംബത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് തരൂരിനെ ഒപ്പം കൂട്ടി കോൺഗ്രസിന്റെ അടിത്തറ തകർക്കാൻ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. CPMന്റെ ഉരുക്കു കോട്ടകളായ ധർമ്മടത്തും ബേപ്പൂരിലും ഇത്തവണ വമ്പൻ വിജയമാണ് പിണറായി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ വടകരയിൽ KK ശൈലജയെ അട്ടിമറിച്ച ഷാഫി പറമ്പിൽ ധർമ്മടത്തെത്തുന്നത് മുഖ്യമന്ത്രിക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും CPM ഭയക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് മരുമോനസത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച അൻവർ ബേപ്പൂരിലേക്ക് നീങ്ങുന്നത്. സ്വന്തം മണ്ഡലത്തിലും മരുമകന്റെ മണ്ഡലത്തിലും കോൺഗ്രസ് ഉയർത്തുന്ന ഈ സമ്മർദ്ദത്തെ തകർക്കാൻ ശശി തരൂരിനെ പോലൊരു വമ്പൻ സ്രാവിനെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ. തരൂർ വന്നാൽ കളിമാറും. യുവാക്കൾക്കിടയിലും നായർ ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിലും തരൂരിലുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റിയാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് തളരുമെന്നും ഇടതുപക്ഷം കരുതുന്നുണ്ട്. തരൂർ LDFനൊപ്പം ചേരുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്താൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഇടതുപക്ഷത്തിനെതിരെ കടുത്ത നിലപാടെടുക്കാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ നീക്കവും ഇതിന് പിന്നിലുണ്ട്. ദുബായിൽ നടന്ന രഹസ്യ ചർച്ചകളിൽ ഒരു പ്രവാസി വ്യവസായി മുഖേന മുഖ്യമന്ത്രിയുടെ ദൂതൻ തരൂരിന് 15 സീറ്റുകൾ വരെ വാഗ്ദാനം ചെയ്തതായാണ് വിവരം. ധർമ്മടത്ത് ഷാഫി മത്സരിക്കുമെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് തരൂരിനെ ഫോണിൽ പിണറായിയുടെ ദൂതൻ ബന്ധപ്പെട്ടത്.